അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? ഞാൻ പറഞ്ഞില്ലേ പെരുന്നാക്ക് പെരേക്കൊന്നും പോയില്ലാന്ന്. അങ്ങനെ പെരേക്കൊന്നും പോകാതെ വൈകുന്നേരം വെറുതെ കിളി പാറിയിരുന്നപ്പോൾ ഞാനിതാ കൈമ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടീനി കേട്ടോ. അപ്പൊ അതൊന്ന് കാണിച്ചു തന്നതാണേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇന്നലെ പിന്നെ കുടിക്കൊന്നും പോകാത്തോണ്ട് തന്നെ വൈകുന്നേരം ഫ്രീ ആയിനി കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഇന്നലെ ഞാൻ എഴുതാനും പഠിച്ചാനൊന്നും പിടിച്ചിരുത്തിട്ടൊന്നുമില്ല കേട്ടോ. പെരുന്നാളായതുകൊണ്ട് ഓലും ഫ്രീ ആയിട്ട് നടക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പൊ പിന്നെ അങ്ങനെ കിളിവാറി ഇരുന്നപ്പോ നിയമോളെ കൈമിൽ വിട്ടുകൊടുത്തീനി. ഞാൻ എന്റെ കൈമിൽ മൈലാഞ്ചിട്ടീനി കേട്ടോ. ഇന്നിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ടൊരു സാധനമാണ് കേട്ടോ. റവയും പഞ്ചസാരയും പിന്നെ ചെറിയ ജീരകവും ഏലക്കായും ഏലക്കായാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ചേർത്തിട്ട് ആ, ഒരു അര ഗ്ലാസ് പാലൊക്കെ ഒഴിച്ചിട്ട് ഞാനതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇത് ശരിക്ക് 4 മണി ചായക്ക് കടിയോ അങ്ങനെയൊക്കെ ആയിട്ട് 4 മണിക്ക് സ്നാക്സ് ഒക്കെ ആയിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ ഇന്നിപ്പോൾ റവ ഉണ്ടായതുകൊണ്ട് പിന്നെ കുറച്ച് ചോറൊക്കെ ഉണ്ട്. ബിരിയാണി ഇന്നലെ വൈകുന്നേരത്തെ ബിരിയാണി കാലൊക്കെ ഒന്ന് കിട്ടിയതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ബിരിയാണി കഴിക്കാനും വേണ്ടി വരാം. അപ്പോൾ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടായാൽ അത് ബാക്കിയാവും ചെയ്യും. അപ്പോൾ ഇതാവുമ്പോൾ ഇനിയിപ്പോൾ ബാക്കിയാണെങ്കിൽ 4 മണിക്കെങ്കിലും എടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അത് ഉണ്ടാക്കുന്നത് മറ്റേ എഗ് ബോയിലറിൻ്റെ ഈ സാധനത്തിലാണ് കേട്ടോ. നെയ്യോ എണ്ണ എന്തെങ്കിലുമൊക്കെ തടവി കൊടുത്തിട്ട് അങ്ങനെ അത് അയിക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെയ്യേണ്ടത്. ഇതുപോലെ മാത്രമല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒറ്റ ട്രിപ്പിൽ അങ്ങനെ സ്റ്റീം ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിതാ ഇതിൻ്റെ ഈ പാത്രത്തിലിട്ട് കണ്ട് ഇതേപോലെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കുറച്ച് നേരം വൈകിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം ഇന്നിപ്പോൾ എല്ലാവർക്കും ലീവൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ആക്കം പോലെയൊക്കെ കണ്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ആ ഒറ്റയടിക്ക് തന്നെ കിട്ടുവേ. പിന്നെ ഞാനേക്ക് അപ്പസോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പസോഡ ചെറുതായിട്ട് ഗ്യാരണ്ടി കഴിഞ്ഞു എന്നൊരു സംശയം. അതുകൊണ്ടാണ് അത് പൊന്തി വരാതെ ഒരുമാതിരി ഒരു ഓഞ്ഞ പൊന്തലൊക്കെ പൊന്തിനത് കേട്ടോ. മറ്റ് നല്ല വല്ലതും ചേർക്കുകയാണെങ്കിൽ ഉഷാറായിട്ടൊക്കെ പൊന്തി വരും. മൂത്തച്ഛൻ്റെ വീട്ടിൽ നിന്ന് 2 ചക്ക കൊണ്ടുവന്നിട്ടുണ്ടീനു. ഞാൻ ഷോർട്ട് വീഡിയോയിൽ കണ്ടോൽക്ക് അറിയുണ്ടാവും. ഞാനൊരു ചക്കക്കൂട്ടാൻ രാത്രിക്ക് ഇരുന്ന് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കുന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടേനി. അപ്പോൾ അതിലത്തെ രണ്ടാമത്തെ ചക്കയാണ് കേട്ടോ ഇത്. ഇത് ഞാനിതുവരെ മുറിച്ചാതെ വെച്ചതേനി. പെരുന്നാൾ കഴിഞ്ഞിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചിട്ടേ. കാരണം അതിന് മുന്നേ മുറിച്ചാൽ ചിലപ്പോൾ ഈ പെരുന്നാളിൻ്റെ അന്നൊന്നും ആർക്കും ഇത് ആവശ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് അജ് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കേടൊന്ന് വരുന്നുണ്ടേനി കേട്ടോ. അപ്പോൾ ഞാൻ കേട് വരുന്ന ആ സൈഡൊന്ന് ചെത്തി കളഞ്ഞിട്ട് ഇന്നലെ വെച്ചതേനി കേട്ടോ. അപ്പം ഇനി ഇതിമ്മ പണിയെടുക്കണം എന്ന് രാവിലെ തന്നെ. അത് ഇനിയിപ്പോൾ വീണ്ടും ഇങ്ങനെ കേട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു കേട് വരുന്ന ഭാഗമൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞപ്പോൾ ബാക്കിയുള്ള ഭാഗമൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വീണ്ടും കേട് വരും. അപ്പോൾ പിന്നെ അത് വേഗം മുറിച്ചിട്ട് അയൽവക്കത്ത് കൂടെ ഒക്കെ ഒന്ന് കൊടുക്കണം. 1-2 അയൽവക്കത്ത് കൊടുക്കണം. ബാക്കിയുള്ളത് മക്കൾക്ക് ഇവിടെ പൈത്ത ചക്ക മാങ്ങ പപ്പായ എന്ത് കിട്ടിയാലും എൻ്റെ കുട്ടികൾക്ക് കോളാണ് കേട്ടോ. അവർക്ക് പൈത്ത ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളത് മക്കൾക്ക് ഇവിടെ എരിഞ്ഞു വെക്കണം കേട്ടോ. പിന്നെ അതാ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഗതി റെഡി ആയിട്ടുണ്ടേനിയെ. അപ്പോൾ 3 ട്രിപ്പായിട്ടാണ് ഞാൻ ഇതാക്കിയത്. അതിൽ മോൾത്തിയിൽ ഒന്ന് പോയത് എന്താ വെച്ചാൽ ഉണ്ടാക്കുന്നവർക്ക് പിന്നെ തിന്നണ്ടേ. അപ്പം ഞാൻ അതിന് അടിച്ചു മാറ്റിയതാണ്ടോ. ഇതെങ്ങനെയുണ്ട് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അത് ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. രസമൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ, ചെറിയൊരു മധുരമൊക്കെ ആയിട്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈവനിങ് സ്നാക്കിനൊക്കെ ആണെങ്കിൽ അടിപൊളി കാരം. പിന്നെ അതാ ഒരു പാത്രത്തിലത്തെ ബീഫ് ഞാൻ എടുത്തുകൊണ്ട് പുറത്തേക്ക് വെച്ചിങ്ങനെ. ഇന്നലെ ഞാൻ ബീഫ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എല്ലാതും ഫ്രീസർക്ക് കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ് ചെയ്തീന്. കാരണം ഇന്നലത്തെ ചിക്കനും നെയ്ച്ചോറും ഒക്കെ ബാക്കിയുണ്ടേന്. പിന്നെ ഞാൻ ബീഫ് ഉണ്ടാക്കിയാൽ അത് അവിടെ വെറുതെ കിടക്കും. അത് പിന്നെ കൊണ്ടേ കളയേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് ബീഫ് തുടങ്ങാൻ. ഇനി ഫുള്ള് ബീഫല്ലേ, ബീഫിൻ്റെ വരവാണ്. മക്കളൊക്കെ അവിടെ നല്ല കളിയിലാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ബീഫ് ഇതാ മുറിച്ച് ഒക്കെ റെഡിയാക്കി എടുത്തിന്. ഈ ബീഫ് മുറിച്ചാൽ കുറച്ച് കഷ്ടപ്പാടേനി. കാരണം ഇതിലധികം നെയ്യും പിന്നെ കുറേ എല്ലും അങ്ങനത്തതൊക്കെ കേട്ടോ. അപ്പം അങ്ങനത്തെ ആകുമ്പോൾ മുറിച്ചെടുക്കാൻ കുറച്ച് ഇടങ്ങാറാണല്ലോ അതിൻ്റെ അടിയിൽ നിന്നൊക്കെ മുറിച്ചെടുക്കാൻ. അപ്പോൾ അതാ ഞാൻ മുറിച്ചെടുത്തുക്കണേ. ഞാൻ ഇന്നിപ്പോൾ കുറച്ച് അത്യാവശ്യം ഇറച്ചി എടുത്തുക്കണത്. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഒരൊറ്റ ദിവസത്തിനൊന്നും ഒറ്റ ദിവസത്തിനേക്കാൾ കൂടുതലുണ്ടാവും കേട്ടോ. ഇന്ന് ചിലപ്പോൾ നാളേക്കും ബാക്കി ഉണ്ടാവും. ഇന്നൊരൊറ്റ ദിവസം കൊണ്ടൊന്നും അത് ഫുള്ളൊന്നും തീർക്കൂല. പിന്നെ ഞാൻ വേവിക്കുമ്പോൾ എന്തായാലും ഒന്നിച്ച് കുറച്ച് ഒന്ന് വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ബാക്കി ഉണ്ടെങ്കിൽ നാളേക്ക് ചൂടാക്കി കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ആണല്ലോ. വരട്ടി വെക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഇവിടെ ബീഫ് കറിയൊന്നും വലിയ ഇഷ്ടമല്ല. ബീഫ് കുറച്ചൊന്ന് വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ട് അങ്ങനെ
അല്ലെങ്കിൽ പിന്നെ ബിരിയാണി, ബീഫ് ബിരിയാണി ആയാൽ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കുഞ്ഞുട്ടിക്ക്. ഈ ബീഫ് കഴിയുന്നതിന് മുന്നേ എന്തായാലും ഒരു ദിവസം ബീഫ് ബിരിയാണി വെച്ച് കൊടുക്കണം. പക്ഷെ ഇന്ന് ബിരിയാണി ഒന്നും വെക്കണില്ല കേട്ടോ, കാരണം ഇന്നലെയൊക്കെ ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ തിന്നതല്ലേ. എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ ഈ ബിരിയാണിയൊക്കെ തിന്ന് ഒരു നേരം ബിരിയാണിയോ നെയ്ച്ചോറൊക്കെ തിന്നു കഴിഞ്ഞാൽ അടുത്ത നേരം വല്ല വെറും ചോറോ അല്ലെങ്കിൽ ഒരു കഞ്ഞിയും ചമ്മന്തിയോ അങ്ങനത്തേനൊക്കെയാണ് പുതിയാവ് കേട്ടോ. അപ്പൊ ഇന്ന് അപ്പോൾ കുഞ്ഞുട്ടിക്കും തന്നെ ബിരിയാണി, ഇന്ന് ബിരിയാണി വെക്കണ്ട, ഇന്നിപ്പോൾ വരട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ, വെറും ചോറ് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഞാന് എന്റെ മംഗലം കുറച്ച് ചെറുതാ, അപ്പൊ അതില് ചിലപ്പോ ഇത് ഇളക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ വലിയൊരു കലാണ് പിന്നെ എടുത്തിക്കണത് കേട്ടോ. പിന്നെ ചെറിയ കലൊക്കെ ഉള്ളത് സ്റ്റീലിന്റെയാണ്, അപ്പൊ അത് അടുപ്പത്ത് വെക്കാനൊരു മടി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അലുമിനിയത്തിന്റെ കല എടുത്തിക്കണത് കേട്ടോ. പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ വാരി കോരി ഇട്ട് കൊടുക്കാം. ആദ്യമൊക്കെ ഉണ്ടല്ലോ ഞാൻ വെക്കാനൊക്കെ പഠിച്ചു തുടങ്ങണമെന്ന് ബീഫും ചിക്കനൊക്കെ വെക്കുമ്പോൾ ആദ്യം കുറേശ്ശെ എല്ലാ പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് കുറച്ച് ഒരു പകുതി വേവൊക്കെ ആകുമ്പോൾ ഒന്ന് ആ വായിൽ വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ എന്തൊക്കെയൊക്കെ കുറവുള്ളത്, അപ്പൊ വീണ്ടും ചേർത്തെടുക്കും. അങ്ങനെയൊക്കെ ചെയ്തീന് കേട്ടോ. പക്ഷെ ഇപ്പൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് എക്സ്പെർട്ട് ആയല്ലോ. പിന്നെ നല്ല വെയിലുണ്ടായതുകൊണ്ട് പുറത്ത് അടുപ്പ് കൂട്ടാന്ന് വിചാരിച്ചീനെ. അടുപ്പിന്റെ കോലം കണ്ടപ്പോ എനിക്ക് പേടിയുണ്ടേനി കത്തോ എന്നുള്ളത്. ചെറിയൊരു നനവ് അടുപ്പിന്റെ ഉള്ളിലുണ്ടേനി കേട്ടോ, കാരണം ഈ കല്ലൊക്കെ അവിടെ ഇങ്ങനെ കവുന്ന് കിടക്കേനി കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് വല്ലാണ്ട് വെയിലൊന്നും തട്ടിയിട്ടൊന്നുമില്ല. അപ്പം ചെറിയൊരു നനവൊക്കെ ഉണ്ട്. എന്നാലും ഒന്ന് കത്തിച്ച് നോക്കാം. അല്ലെങ്കിൽ ഇപ്പൊ ഗ്യാസ് ഉണ്ടാക്കൽ കുറച്ച് ഇതാണ്, പിന്നെ കുറച്ച് തോനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടായതുകൊണ്ട് കുക്കറിൽ കൊള്ളൂല്ല. അപ്പൊ പിന്നെ ഞാൻ പുറത്തന്നെ രണ്ടും കൽപ്പിച്ച് പുറത്ത് അടുപ്പൊക്കെ കത്തിച്ച് നമുക്ക് ഇവിടെ വെച്ച് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം ഒന്ന് പുകഞ്ഞ് ഇതായെങ്കിലും പിന്നെ നമ്മളെ മണ്ണെണ്ണന്റെ കടാക്ഷം കൊണ്ട് അടുപ്പ് പിന്നെ നമ്മളായിട്ടൊക്കെ ഒന്ന് സഹകരിച്ച് വന്നിട്ടുണ്ടേനു. പിന്നെ കുറച്ചധികം ചിരട്ടയൊക്കെ വെച്ച് കൊടുത്തപ്പോൾ പിന്നെ ഉഷാറായിട്ട് ഇങ്ങനെ കത്തിയിട്ടുണ്ടേനു. പിന്നെ ഞാൻ അടുക്കും നിലക്കും ഇങ്ങനെ നോക്കി പുകയാതൊക്കെ അങ്ങനെ നോക്കിന് കേട്ടോ. പുകഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ചൊയക്കാരട്ടോ, ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെ ബീഫ് അടുപ്പ് കയ്യേറിയതുകൊണ്ട് നമ്മൾ ചോറിന് അടുപ്പില്ലാതായി. അപ്പൊ പിന്നെ ഞാൻ വീണ്ടും ഗ്യാസുമ്മ തന്നെ ചോറ് തിളപ്പിച്ചത് റൈസ് കുക്കറൊക്കെ ഇറക്കി വെച്ച് കൊടുത്തേക്കണം കേട്ടോ. പിന്നെ ഞാനിന്ന് രാവിലെ ഉണ്ടല്ലോ, ഇന്നിപ്പോ പ്രത്യേകിച്ച് അധികം പണിയൊന്നുമില്ലല്ലോ വിചാരിച്ചു കണ്ട് രാവിലെ കുറച്ച് സമയം വെറുതെ കിളിപാറി കുത്തുന്നു കേട്ടോ. അങ്ങനെ ഒരു നേരം കഴിഞ്ഞു. പിന്നെ ആ ഒരു ഒരു എന്താ പറയാ, പിന്നെ അല്ലാതെ ഒന്ന് എടുത്ത് വന്നപ്പോൾ പിന്നെ നേരം തികയാത്ത പോലെ ഇനി കേട്ടോ. പിന്നെ അപ്പോൾ തന്നെ കറിയൊന്നും വെക്കാനും നേരം കിട്ടിയില്ല. ഉള്ളി നല്ല മുക്കട്ടെ, ഉള്ളി മേടിയും 30 ഇപ്പച്ചി പറഞ്ഞ ചിക്കൻ അല്ല മസാല സെറ്റ് ആവുന്നു. മഞ്ഞപ്പൊടിയോ മുളകനെയാണ്, കുരുമുളക് പൊടി ഇടിഞ്ഞ ഇടി മനസ്സിലാവുന്ന വേഗം ഫുള്ള് ഇടണോ മതി ചൂടുണ്ടാവില്ലേ. അങ്ങനെ ചോറ് വെച്ചുള്ള കാര്യമൊക്കെ എൻ്റെ അടുത്ത് മറന്നിട്ടുണ്ടായിരുന്നു. കാക്ക ചോറ് എവിടെയെന്ന് ചോദിച്ചപ്പോഴാണ് ചോറിന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചോറ് വേഗം കയറിയിട്ടില്ല, ഇനി വേഗം ഊറ്റിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫൊക്കെ പിന്നെ കാക്കുവിന്റെ ശിക്ഷണത്തിലാണ് ബാക്കിയൊക്കെ സെറ്റാക്കിയത് കേട്ടോ. ആൾക്ക് വേണ്ട രീതിയിൽ കുറെ കുരുമുളക് പൊടിയൊക്കെ വാരി വിതറിയിട്ടാണ് പിന്നെ ആള് സെറ്റാക്കിന് കേട്ടോ. മുളക് പൊടി അതിന് ചേർക്കരുതേന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബീഫൊക്കെ സെറ്റാക്കി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ കുറച്ച് സമയം കിളി പാറി നിന്നതുകൊണ്ട് എനിക്ക് പിന്നെ കറിയൊന്നും ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല കേട്ടോ. പിന്നെ കാക്കാന്റെ വക പറഞ്ഞേ ചക്കിയിൽ ബീഫ് ഇങ്ങനെ വെച്ചുകൊണ്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, പഴംപൊരിയും ബീഫൊക്കെ കഴിക്കും പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് 5 ദിവസം കെട്ടില്ല കേട്ടോ. എനിക്കിഷ്ടമായില്ല, മൂപ്പൻ അങ്ങനെ വാരി വലിച്ച് തിന്നുകൊണ്ടേനി. പിന്നെ ഞാൻ ചക്ക ചുള പറിച്ച് വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിനി. പക്ഷേ ഞാൻ ചുള പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് മൂക്കൊക്കെ ചെത്തി കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ചുള പറിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ആവശ്യമുണ്ടെങ്കിൽ പറിച്ചാൽ മതിയല്ലോ എന്ന് എത്തി. ഇനിയിപ്പോൾ ആർക്കെങ്കിലും വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അതപ്പോൾ ഫ്രിഡ്ജിക്ക് വെക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മക്കൾ അത് ചുള പറിച്ച് ഒരു കല തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രസം. എന്താ ചാല്
try ചെയ്ത് നോക്കണേ. ഏ? നിങ്ങള് അപ്പൊ ഞാൻ പറയട്ടെ പോത്ത ചക്കയും ബീഫും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതെ 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 ഇപ്പച്ചിക്ക് തരപ്പുരേ എന്റെ അത് ചായ ചക്ക എടുക്കണ ഞാനാ തിന്നണ ഫുള്ള്. ഓളെ ചക്കെടുത്ത് കുരൊക്കെ പൊളിച്ച് വരുമ്പോഴത്തേനും ഓൻ തൊള്ളാട്ടോ. അപ്പൊ ഓന്റെ തൊള്ളിക്ക് പോണത് പാവന്റെ കുട്ടീന്റെ തൊള്ളിക്കണ നേരത്തെ. പിന്നെ ഈച്ചകളെ മഹാസമ്മേളനം നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. 2 ദിവസമായിട്ട്. ജൂണൊക്കെ അല്ലേ വരാൻ പോണത്. ഓല സീസൺ ആണല്ലോ. അപ്പൊ എങ്ങനെയൊക്കെ പണിയെടുക്കണം എന്നുള്ളത് ഈ സ്കൂൾ തുറക്കണതിന് മുന്നേ ടീച്ചേഴ്സിന് ഉണ്ടാവുമല്ലോ ഒരു ക്ലാസ്. അന്ന പോലെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു ഇവിടെ. അപ്പൊ എന്തായാലും ഇവിടെ നല്ല ഈച്ചയാണ്. ഉറുമ്പോ അത് അതിനെക്കാട്ടിലും നല്ല ഉറുമ്പും നല്ല ഈച്ചയില്ല. നല്ല അസുലഭ സുന്ദര മുഹൂർത്തത്തിലാണ് കേട്ടോ അപ്പൊ നമ്മള് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോളേ ഞാൻ നിർത്തിയാലോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ. അപ്പൊ ശരി, അസ്സലാമു അലൈക്കും, ബൈ ബൈ.